അതായത് നമ്മൾ എല്ലാം അനുഭവിക്കുന്നത് ഹൃദയത്തിലാണ്. നമ്മൾ പറയും ജപ്തി നടപടി വരല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. കാര്യം എന്താ? ഇനി സഹിച്ച് മതി, ഞാൻ മടുത്ത്, ഇനി ഒന്നും സഹിക്കാനില്ല എന്നല്ലേ നമ്മൾ പറയണത്. പക്ഷെ ആ വിഷയത്തിൻ്റെ അപ്പുറത്ത് ഇതെല്ലാം അനുഭവിക്കണത് എന്താണ്? നമ്മുടെ ഹൃദയമാണ്. ഒന്ന് ശ്രദ്ധിച്ചേ മക്കളെ. യേശു സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഇങ്ങനെ ഒരു വിഷയമുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? നൗ ആൻഡ് ദെൻ പ്രാർത്ഥിക്കുകയല്ല, വല്ലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുകയല്ല, എപ്പോഴും പ്രാർത്ഥനയുടെ അരുവിയിലായിരിക്കണം. മനസ്സുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകണമെന്നാണ് ഈ പറയുന്നത്. അല്ലാതെ എപ്പോഴും മുട്ടയെന്ന് ജപമാല ചെല്ലണമെന്നല്ല പറയണത്. എപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം. ഇപ്പം ഞങ്ങൾ അങ്ങനെ ട്രെയിൻ ചെയ്തിരിക്കേണ്ടത്. ഏത് സമയത്തും കർത്താവിനടുത്ത് കോൺഷ്യസ് ആയിരിക്കും. അത് വലിയൊരു ഭാഗ്യമാണ് മക്കളെ. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ അവസരത്തിന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരാകും. അതാണ് നമുക്ക് അനുഭവം ഇല്ലാത്തതിൻ്റെ കാരണം. അപ്പം കുറവുള്ള കാര്യം. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മളപ്പോൾ വന്ന് ദൈവത്തിന് സന്നിധിപ്പം അങ്ങനെയല്ല. ഇഷ്യൂ ഉണ്ടാകാതിരിക്കുക ചെയ്യത്തട്ടെ. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഏത് ഇഷ്യൂസിൻ്റെ ഉള്ളിലും പ്രാർത്ഥനയുടെ പ്രത്യേകത എങ്ങനെയാണെന്ന് അറിയാമോ? ഇപ്പം അതായത് പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം ഷദ്രാക്ക്, അബ്നഗോർ, അങ്ങനെ കുറേ ആൾക്കാർ, നെബൂഖദ്നേസർ രാജാവ് പിടിച്ച് തീക്കൊണ്ടത്തിലിടുന്ന ഒരു സംഭവം ദാനിയേലിൻ്റെ പുസ്തകത്തിലുണ്ട്. അതായത് ഷദ്രാക്കും അബ്നഗോറിനെ പോലെ 3 പേര് പിടിച്ച് തീക്കൊണ്ടത്തിലിടുന്ന. ഈ തീക്കൊണ്ടത്തിലിടുന്ന സമയത്ത് ഈ മനുഷ്യരവിടെ കിടന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് കഥയല്ലേ സങ്കല്പമല്ലേ എന്ന് അല്ല, അതൊക്കെ അനുഭവിക്കുമ്പോൾ അത് അറിയത്തുള്ളൂ. ഏത് കുണ്ടത്തിലാകപ്പെടുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. ഇതുപോലെ ഇപ്പോൾ ചിലപ്പോൾ ഇത് ഭർത്താവും ഭാര്യയും കൂടി പിരിയുന്നു, കേസ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ നമുക്ക് തീക്കുണ്ടത്തിൽ വീണ അനുഭവമാണ്. കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ നമുക്ക് ഭയങ്കര സങ്കടവും തീക്കുണ്ടത്തിൽ വീണ അനുഭവമാണത്. ചിലപ്പോൾ നമ്മുടെ വീടിന് ജപ്തി വരണം, അപ്പോഴും നമ്മൾ തീക്കുണ്ടത്തിൽ വീണ അനുഭവം. പിന്നെ ചിലപ്പോൾ നമുക്ക് രോഗങ്ങൾ വന്നിട്ട് ഗുരുതരമായ രോഗങ്ങൾ വരുന്നു, അപ്പോഴും ഇതുപോലെ തീക്കുണ്ടത്തിൽ വീണ അനുഭവങ്ങൾ വീഴും. വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ. ഈ തീക്കുണ്ടത്തിൻ്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കണം പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ. കാര്യം തീക്കുണ്ടത്തിൻ്റെ നടുക്ക് ഉടനെ ബൈബിൾ പറയണത്, അതായത് അവർ മൂവരും, അതായത് ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 28-ാമത്തെ വാക്യം, അവർ മൂവരും ഏകകണ്ഠമായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്തു. അപ്പോൾ യാചനാ പ്രാർത്ഥനയല്ല. അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്തുതി പ്രാർത്ഥനയാണ് വേണ്ടത്. നമ്മൾ അകപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ തീന്ന് രക്ഷിക്കണേ, എൻ്റെ ശരീരം പൊള്ളണേ, കരിയണേ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെക്കൂടി പ്രാർത്ഥിക്കണമല്ല. ഇതാണ് ഒരു വിഷയം. അതായത് ദൈവത്തെ അറിയാവുന്ന മനുഷ്യർ അകപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ വെളിവ് കൊടുക്കും. അത് യാചനാ പ്രാർത്ഥനയല്ല, സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ്. എപ്പോഴും ഓർത്തേക്കണം, രോഗമായാലും നമ്മൾ അകപ്പെട്ടെന്ന് കണ്ടാൽ സ്തുതിക്കണം. കടമായാലും നമ്മൾ അകപ്പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്തുതിക്കണം. വിവാഹം പിരിയാൻ പോകണമെന്ന് അവരുടെ ഇഷ്ടമാണെങ്കിലും അകപ്പെട്ടെന്ന് കണ്ടാൽ
നമ്മൾ സ്തുതിക്കണം. കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞായറാഴ്ച വേർഡ് ഓഫ് ഗോഡ് സൺഡേ ആയിരുന്നു, ദൈവവചന ഞായറായിരുന്നു. അപ്പം ദൈവവചന ഞായർ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടിയത് ഈ ദാനിയേലിൻ്റെ പുസ്തകമാണ്. ദാനിയേലിൻ്റെ പുസ്തകം ഞാൻ 3-ാം അധ്യായം തന്നെയാണ് തുറന്നപ്പോൾ കിട്ടിയത്. ഞാനിങ്ങനെ വായിച്ച് പോയപ്പോഴേ ഈ ആൾക്കാർ, ഈ തീയിലിന്ന് അകപ്പെട്ട ആൾക്കാർ, അതിനുശേഷം അവർ സ്തുതിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? അത് കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, പിന്നെ ഹേമന്തത്തിലെ ശൈത്യമേ, ഗ്രീഷ്മത്തിലെ ഉഷ്ണമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. അതാണ് 3:45. ഓരോ ജീവിതാനുഭവങ്ങൾ മനുഷ്യനുണ്ടാകുമ്പോഴേ വ്യത്യസ്തങ്ങളായ ജീവിതാനുഭവങ്ങളായിരിക്കും അത്. ആ അനുഭവങ്ങളെ എങ്ങനെ വിശ്വാസി കൈകാര്യം ചെയ്യണത് അവർ പറഞ്ഞിരിക്കണമെന്നൊരിക്കൽ ദാനിയേൽ 3:45 ഹേമന്തത്തിലെ ശൈത്യമേ, ഗ്രീഷ്മത്തിലെ ഉഷ്ണമേ, കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. അതായത് ജീവിതത്തിൽ ഹേമന്തം വന്നാലും ഉഷ്ണം വന്നാലും നമ്മളെന്താ ചെയ്യേണ്ടത്? ദൈവത്തെ. ഇപ്പം ഹേമന്തത്തിൻ്റെ ഐസ് കട്ടയൊക്കെ പറയുന്നുണ്ട്. ഐസ് കട്ടയുടെ നമ്മൾ തണുത്ത് പോകുന്ന, മരവിച്ച് പോകുന്ന അവസ്ഥയില്ലേ, ആ മരവിച്ച് പോകുന്ന അവസ്ഥയും സ്തുതിപ്പിൻ്റെ കാരണമാണ്. ഇപ്പോൾ താഴെയൊക്കെ പറയുമ്പോൾ മിന്നലുകളെ, മേഘങ്ങളെ, മലകളെ, കുന്നുകളെ, മഴയെ, മഞ്ഞ്, എന്നേക്കും കർത്താവിനെ സ്തുതിക്കുവിൻ. അതായത് ഓരോ വിഷയവും, ഹിമഗണങ്ങളെ, മഞ്ഞുകട്ടകളെ, 46 ദാനിയേലിൻ്റെ പുസ്തകം 3:46 പറയണത് ഹിമഗണങ്ങളെ, മഞ്ഞുകട്ടയുടെ അവസ്ഥ അറിയാമല്ലോ, ഉറഞ്ഞു പോണ, തണുത്ത് മരവിച്ചു പോണ അവസ്ഥ. ഹൃദയം മരച്ചു പോണ അനുഭവങ്ങളില്ലേ, ഹൃദയം മരച്ചു പോണ ഓരോ അനുഭവങ്ങളും എന്തിനുള്ളതാണ്? കർത്താവിനെ സ്തുതിക്കുക. നിങ്ങൾ ഓർത്തേക്കണം, എന്തെങ്കിലും പ്രയാസത്തിൽ ചാടിപ്പോയാലേ ഉടനെ ഈ ദാനിയേൽ 3 എടുത്ത് വായിക്കണം. നിങ്ങൾ സാധാരണ വായിക്കുന്നത് സങ്കീർത്തനം 91. സങ്കീർത്തനം 91-നേക്കാളും ശക്തമാണ് ഈ ദാനിയേൽ 3.